ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്നാക്കാണ്. അപ്പോൾ നോമ്പ് തുറക്കാൻ എന്താണ് സ്നാക്ക് എന്ന് വെച്ചപ്പോൾ ഈസി ആയിട്ട് ഹാഫ് ആൻ അവർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ചോദിച്ച ടൈമിൽ വീഡിയോ എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ടൂണപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാല ഫസ്റ്റ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയിടണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. 4-5 പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ടിൻ ട്യൂണ ഫിഷാണ് ചേർക്കുന്നത്. ഇതിന് സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇത് കട്ടയായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിക്സ്ഡ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഇത് ഫ്രോസൺ വെജിറ്റബിൾസ് ആണ്, ഫ്രഷ് ആയാലും യൂസ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഹോൾ വീറ്റ് ചപ്പാത്തിയാണ്, നീൽഗിരീസിൻ്റെ ഫ്രോസൺ ചപ്പാത്തിയാണ്. ഇതാണ് നമ്മൾ കോട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈദ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കുഴച്ചിട്ട് ഉണ്ടാക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെ എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ചപ്പാത്തി എടുത്തിട്ട് 4 ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ മൈദയൊക്കെ കുഴച്ചിട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. പക്ഷേ ഇതങ്ങനെ സ്റ്റിക്കായി നിൽക്കില്ല, കുറച്ച് ടൈം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഡ്രൈ ആവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മൈദ ഒന്ന് തിക്കായിട്ട് കലക്കി ഒരു പേസ്റ്റ് ആക്കുക. ഒരു സ്പൂൺ മൈദ എടുത്തിട്ടൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് തിക്കായിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കുക. അത് ഇതുപോലെ സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സ്റ്റിക്കായി നിന്നോളും, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകി വരും, അപ്പോൾ ഓയിൽ കുടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ഷീറ്റിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒന്ന് വെച്ചിട്ട് അതിൽ മസാല വെച്ച് അടുത്തൊരു പീസ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പീസിലും ഇതുപോലെ മൈദ തേച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന മാവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ഈർപ്പത്തിൽ തന്നെ ഒട്ടിക്കോളും. പക്ഷേ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഇളകി വരും.
സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മൈദ എടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഫുള്ളായിട്ടൊന്ന് പുറത്ത് കൂടി കവർ ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇതുപോലെ സീൽ ചെയ്തെടുക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റിക്ക് ആവാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അത് ഒന്ന് കവറായി കിട്ടിക്കോളും. അപ്പോൾ ഓയിൽ കുടിക്കാൻ ചാൻസ് കുറയും. ഇനി ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതിപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഓരോന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. ഇതിൽ കൂടുതൽ ടൈമൊന്നും വരുന്നില്ല. ഇപ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിന് ഈ ടൈമിൽ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്